നമ്മോട് സംസാരിക്കുന്നത് തിരൂർ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയത്തിലെ ഡോക്ടറും ഏറെ പ്രസിദ്ധനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകനുമായിട്ടുള്ള ഡോക്ടർ പി.എ. രാധാകൃഷ്ണൻ അവറുകളാണ് നമ്മോട് അല്പസമയം ഇനി സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷയം നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മോട് സംവദിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഇഫ്താറിന് ഭക്ഷണം ഒരുക്കുന്നതും നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമാണ് എന്ന സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഈ സെഷനിൽ നമ്മുടെ പ്രസിഡിയം അലങ്കരിച്ചുകൊണ്ട് ബഹുമാന്യനായ BSMO കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹാറൂൺ സാറ്, അതേപോലെ ഇഫ്ലോ ക്യാമ്പസ് സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ PP മുഹമ്മദ് സാർ എന്നിവരാണ് നമ്മുടെ പ്രസിഡിയം അലങ്കരിക്കുന്നത്. ഡോക്ടർ PP മുഹമ്മദ് സാറ് വേദിയിലുണ്ട്. അദ്ദേഹം നമ്മുടെ സ്റ്റേജിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഡോക്ടർ P.A. രാധാകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, തസ്കിയത്ത് സമ്മേളനത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഇതിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോൾ ആറു സാറിനോട് ചോദിച്ചു, തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ആറു സാറ് പറഞ്ഞ് അത് ശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞു, അല്ലേ? മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞു. ഒരു ശുദ്ധീകരണം ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് പൂർണ്ണമായിട്ടും ശരിയാണ്. ആ വാക്കിൻ്റെ അർത്ഥമല്ല ഞാൻ പറഞ്ഞത്, ആ ഇന്നത്തെ ഈ പ്രവൃത്തി അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഒരു ചികിത്സകൻ കൂടിയാണ് ഞാൻ. ഒരു പ്രകൃതി ചികിത്സ ആണ് ഞങ്ങളുടെ വിഷയം. ഒരു ചികിത്സകൻ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സകൻ ഒരു ശരീരത്തെ ശുദ്ധീകരിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശ്രമം കൊടുത്തുകൊണ്ടാണ്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് കേടുപറ്റിയാൽ, ക്ഷീണം പറ്റിയാൽ അത് നന്നാക്കാൻ ഒരവസരം കൊടുക്കണം. എങ്ങനെയാണ് അവസരം എന്ന് ചോദിച്ചാൽ, ആ കേടുവന്ന അവയവത്തിൻ്റെ പ്രവൃത്തികൾ തൽക്കാലം നിർത്തിവെക്കുക. കൈ ഒടിഞ്ഞാൽ എല്ലിൻ്റെ മുറിവ് കൂടുന്നവരെ ആ കൈ ഇളക്കാതെ വെക്കുക, പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇളക്കാതെ വെക്കുക. അതാണ് ചികിത്സ. ഒരു 11 മാസം രാവും പകലുമില്ലാതെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദഹന വ്യൂഹത്തിന് അതിൻ്റെ കരുത്ത് തിരിച്ചു പിടിക്കണമെങ്കിൽ ദഹനവ്യൂഹത്തിൻ്റെ പണി ഒഴിവാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ചികിത്സ. ഇന്ന് നോമ്പെടുത്തുകൊണ്ടാണ് ഈ ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. നോമ്പെടുക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്നത്, നോമ്പിൻ്റെ പുണ്യം കൂലി എന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടുത്തെ ജീവിതത്തിന് മാത്രമുള്ളതല്ല എന്നെനിക്കറിയാം. എങ്കിൽ പറയുന്നു, നോമ്പെടുത്താൽ നമ്മളുടെ ദഹനവ്യൂഹത്തിന് മാത്രമല്ല നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മുഴുവൻ അവയവങ്ങൾക്കും വിശ്രമം കിട്ടുന്നുണ്ട്. നമ്മള് അടുത്തുള്ള ഏതെങ്കിലും ആസ്പത്രിയിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പോയി നോക്കാം. അവിടെ ഒരു ഗുരുതരമായ രോഗം ബാധിച്ച ഒരാൾക്ക് ഭക്ഷണം നിഷേധിക്കും. ഉദാഹരണത്തിന് ഹൃദ്രോഗം, ഹാർട്ടിന് എന്തെങ്കിലും രോഗം ഉള്ള ഒരാൾക്ക് അയാളുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടത്തി ചികിത്സിക്കുമ്പോൾ അവിടുത്തെ കാർഡിയോളജിസ്റ്റ് ആ രോഗിക്ക് ഭക്ഷണം കൊടുക്കില്ല. ഭക്ഷണം ചെന്ന് വീഴുന്നത് ഹൃദയത്തിലേക്കല്ല, ഹാർട്ടിലേക്കല്ല എന്ന് കാർഡിയോളജിസ്റ്റിന് അറിയാം.
പക്ഷേ ഈ ഭക്ഷണത്തിന്മേൽ ഹൃദയത്തിന് ജോലിയുണ്ട്. ഹാർട്ട് അധ്വാനിച്ചാലേ ഭക്ഷണം ദഹിക്കൂ. അതുകൊണ്ടാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന രോഗിക്ക് ഭക്ഷണം കൊടുക്കാത്തത്. ദഹനം നടന്ന ഗ്ലൂക്കോസ് കൊടുക്കാന്നല്ലാതെ നേരിട്ട് ഭക്ഷണം കൊടുക്കില്ല. നടക്കാൻ അനുവദിക്കില്ല. നടക്കുന്നത് ഹൃദയം കൊണ്ടല്ല, പക്ഷേ ഹൃദയത്തിന്റെ സഹായം ഉണ്ടായാലേ നടക്കാൻ പറ്റൂ. വിശ്രമമാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ രോഗിക്ക് അനുവദിക്കുന്നത്. അപ്പൊ വിശ്രമം കൊണ്ട് എന്താണ് സംഭവിക്കാൻ ചോദിച്ചാൽ, വിശ്രമം കൊണ്ട് സംഭവിക്കുന്നത് കേടുപാടുകൾ തീർക്കും. ഏത് അവയവത്തിന്റെ കേടുപാടും ശരീരത്തിന് നന്നാക്കാനുള്ള ഒരേ ഒരു ചികിത്സ വിശ്രമം മാത്രമാണ്. വിശ്രമത്തിന് പകരം നിൽക്കാൻ നമ്മളെ നാട്ടിൽ ഒന്നും ഇന്നോളം കണ്ടെത്തിയിട്ടില്ല. നമ്മളുടെ ശരീരഭാഗങ്ങളൊക്കെ നിരന്തരമായി പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. പക്ഷേ നമ്മളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും സ്വയം വിശ്രമിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. എല്ലാ അവയവങ്ങളും, ഹൃദയം പോലും സ്വയം വിശ്രമിക്കുന്നുണ്ട്. ഒരു തവണ ഹൃദയം ഇടിച്ചാൽ അത്രയും, പിന്നെ അതിന്റെ പകുതിയും സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് രണ്ടാമത് ഹൃദയം ഇടിക്കുക. നിരന്തരമായി പ്രവർത്തിക്കേണ്ട വൃക്കകൾ അതിന്റെ ചെറിയൊരു ഭാഗം പ്രവർത്തിക്കുകയും ബാക്കി ഭാഗം വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പ്രവർത്തിച്ച് ക്ഷീണിച്ച ഭാഗം റെസ്റ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ റെസ്റ്റ് എടുത്തിരുന്ന നെഫ്രോൺസുകൾ, അരിപ്പകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ശ്രമവും വിശ്രമവും ശരീരം ഒപ്പം കൊണ്ടുപോവുകയാണ്. അങ്ങനെ ശരീരത്തിന് ഒരു ചലനം, നിശ്ചലനം, വീണ്ടും ചലനം എന്ന ഒരു താളമുണ്ട് ശരീരത്തിന്. ആ താളം രാവും പകലുമായിട്ടും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയവും വൃക്കകളൊക്കെ അതിന്റെ ജോലി വിഭജിച്ചുകൊണ്ട്, ഡിവൈഡ് ചെയ്തുകൊണ്ട് സ്വയം റെസ്റ്റ് എടുത്ത് കരുത്താർജിച്ച് വീണ്ടും പ്രവർത്തിക്കുന്നു. ഈ നിയമം നമ്മളുടെ ദഹനവ്യൂഹത്തിന്, ആമാശയം, കുടൽ ഉൾപ്പെടെയുള്ള ദഹനവ്യൂഹത്തിനും ബാധകമാണ്. നമ്മൾ ഒരു കാലത്ത് ഈ നിയമം പാലിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. രാത്രിയിൽ വളരെ വൈകിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ 10 മണിക്കും 11 മണിക്കും ശേഷം ആഹാരം കഴിക്കുകയും രാവിലെ എഴുന്നേറ്റുടനെ തുടങ്ങിയിട്ട് പിന്നീട് ഓരോ പേരുകളിൽ പല തവണയായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആമാശയം ഉൾപ്പെടെയുള്ള ദഹനവ്യൂഹത്തിന് ഒരു വിശ്രമം കിട്ടാൻ ഇന്നത്തെ ദിവസം സഹായിക്കും. ഈ വിശ്രമം ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ കരുത്ത് തിരിച്ചു പിടിക്കാൻ സഹായിക്കും. ഞങ്ങൾ ഒരേ ഒരു ടൂൾ, ഞങ്ങൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരേ ഒരു ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ ഉപവാസമാണ്. പല പേരുകളിൽ ലോകത്ത് ചെയ്യുന്നു എന്ന് മാത്രമുള്ളൂ. വ്യത്യസ്ത മതങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ വ്യത്യസ്ത രീതിയിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളത് മതത്തിന്റെ പേരിൽ അല്ല എന്ന് മാത്രമുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നത്, ചികിത്സ എന്ന പേരിൽ ഞങ്ങൾ ചെയ്യുന്നത് വിശ്രമിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കാതെ ഒരു ദിവസം, ഒന്നിൽ കൂടുതൽ ദിവസം ഞങ്ങൾ രോഗിയെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കും. ഇതിൽ പലരും, ആറു സാറൊക്കെ പലതവണ ചെയ്തിട്ടുള്ളതാണ് ഈ ഉപവാസം എന്ന വിശ്രമം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കയറി വരുമ്പോൾ പല മുഖങ്ങളും പ്രഗതി ചികിത്സ നേരത്തെ അനുഷ്ഠിച്ച ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട്. ഇവരിനെയൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഇവരിനെയൊക്കെ ചികിത്സിച്ചത് എന്ന് ചോദിച്ചാൽ വിശ്രമത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. വിശ്രമിക്കാൻ അനുവദിച്ചാൽ ശരീരം സ്വയം നന്നാക്കി തരും എന്നതാണ് നമ്മളെ പ്രകൃതിയുടെ പാഠം. പ്രകൃതി അതാണ് പഠിപ്പിക്കുന്നത്. ഈ പാഠം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ 11 മാസത്തിന് ശേഷം 1 മാസം ചെയ്യുമ്പോൾ ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടല്ല നോമ്പെടുക്കുന്നത്, എനിക്കറിയാം. രോഗം മാറാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ അങ്ങനെ മാറുകയാണെങ്കിൽ അതൊരു തെറ്റെന്നല്ലല്ലോ. കൃത്യമായി നോമ്പനുഷ്ഠിക്കുകയും അതിനുശേഷം ഞങ്ങൾ ചില വ്യവസ്ഥകൾ പറയാറുണ്ട്. അത് മതപരമായിട്ട് തീർച്ചയായും ഞാനിവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല, കൃത്യമായിട്ട് അതാണെന്ന് അറിയാം. എങ്കിലും നമ്മൾ അത് തെറ്റിച്ചുകൊണ്ടാണ് പലപ്പോഴും പല നോമ്പിന് ശേഷമുള്ള ആഹാരവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു പകൽ മുഴുവൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദഹനവ്യൂഹത്തിന് വളരെ പെട്ടെന്ന് അധ്വാനം ഏൽപ്പിച്ചു കൊടുക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നോമ്പ്
മുറിക്കുമ്പോഴോ നോമ്പ് തുറന്നാലോ ദഹിക്കാൻ എളുപ്പമുള്ള പഴവർഗ്ഗങ്ങൾ ആദ്യം കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറ്റുമെങ്കിലല്ല, ശരിയായിട്ട് ചെയ്യേണ്ടത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് അടുത്ത വേവിച്ച ആഹാരം കഴിക്കേണ്ടതുള്ളൂ. എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, പഴവർഗ്ഗങ്ങൾ നമ്മളുടെ ആമാശയത്തിൽ, സ്റ്റൊമക്കിൽ പഴവർഗ്ഗങ്ങൾക്ക് ഒരു ജോലിയുമില്ല. അതവിടെ ചെന്നാൽ വളരെ വേഗത്തിൽ തന്നെ ആമാശയം വിട്ട് ചെറുകുടലിലേക്ക് കടന്നു പോകും. എന്നാൽ വേവിച്ച ആഹാരത്തിന് അങ്ങനെയല്ല. ബിരിയാണിക്കും പൊറാട്ടയ്ക്കും കഞ്ഞിക്കും ചോറിനൊക്കെ ആമാശയത്തിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ പഴം കഴിച്ച് നോമ്പ് തുറക്കുകയും അതിനോടൊപ്പം തന്നെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്, ക്ഷമിക്കണം, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടീച്ചറോട് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താലോ ടീച്ചറെ, കാരണം നോമ്പ് തുറ നടത്തുക, അതിനുശേഷം ഒരു 9 മണിക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിക്ക് വേവിച്ച ആഹാരം കൊടുത്താലോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് പറയാം, പക്ഷെ ഇവിടെ നടത്തണ്ട, നമുക്കത് വേണമെങ്കിൽ അങ്ങനെ ഇനിയുള്ള ആൾക്കാരോട് അങ്ങനെ ചെയ്യാൻ പറയാം. അപ്പോ ഒരിക്കൽ നോമ്പ് തുറന്നിട്ട് പഴവർഗ്ഗങ്ങളും വെള്ളവും കഴിച്ചിട്ട് നോമ്പ് തുറക്കുകയും ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ പഴവർഗ്ഗം ആമാശയം വിട്ട് ഒഴിവായി പോയിരിക്കും. അതിനുശേഷം വേവിച്ച ആഹാരം കഴിക്കുക. ആ ആഹാരത്തിൽ എണ്ണവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക. എണ്ണ എത്രമാത്രം ഉപേക്ഷിക്കാൻ പറ്റുമോ അത്രയും ഉപേക്ഷിക്കുക. അങ്ങനത്തെ ഒരു നോമ്പ് കാലം ഒന്ന് അനുഷ്ഠിച്ചു നോക്കൂ. ആ ഒരൊറ്റ മാസത്തെ നോമ്പ് കൊണ്ട് തന്നെ പല രോഗങ്ങളും നമ്മൾ അറിയാതെ തന്നെ മാറിയിട്ടുണ്ടാവും. എങ്ങനെ മാറിയെന്ന് പോലും അത്ഭുതപ്പെടും. നോമ്പെടുക്കുമ്പോൾ ആർക്കും രോഗമില്ല, പെരുന്നാൾ വരെ. പെരുന്നാളിന് ശേഷമാണ് പിന്നീട് രോഗം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നോമ്പ് തുറയാണ് ഞങ്ങൾ പറയുന്നത്. നോമ്പ് അനുഷ്ഠിക്കുകയും അതിനുശേഷം പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് ആദ്യത്തെ ഭക്ഷണം പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേവിച്ച ആഹാരം കഴിക്കുക. ഇത് മതപരമായിട്ട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് നോമ്പനുഷ്ഠാനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊന്ന്, എന്താണ് ഞാൻ ഈ പറഞ്ഞത് വേവിച്ച ആഹാരം ഒപ്പം കഴിക്കേണ്ട എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ പഴവർഗ്ഗത്തിന് അവിടെ ഒരു പണിയില്ലാത്തത് കൊണ്ട് ഈ പഴവർഗ്ഗങ്ങൾ കഴിച്ച ഉടനെ തന്നെ നമ്മൾ പൊറാട്ടയോ ചോറോ കഴിച്ചാൽ ഇത് രണ്ടും ഒരേ സമയത്ത് അവിടെ കിടക്കുന്നത് കൊണ്ട് ഈ വേവിച്ച ആഹാരം പോകുന്നത് വരെ ഈ പഴം അവിടെ കെടുക്കാനിടയായാൽ ഈ പഴം ഹൈഡ്രോക്ലോറിക് ആസിഡിൽ, അവിടെ ഉള്ള ഒരു ആസിഡിനാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഈ ആസിഡിൽ കിടന്ന് അത് ഫെർമെന്റ് ചെയ്യും. അത് നൊരച്ച് പുളിച്ച് വയറും പഴവും കാശൊക്കെ കേടുവന്ന് പോകും. അപ്പൊ അതുകൊണ്ടാണ് ശരിയായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ കൂടിയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ പഴവർഗ്ഗങ്ങൾ മാത്രമാക്കി ശീലിക്കുകയും അതിനുശേഷം മുത്താഴം അല്ലെങ്കിൽ അത്താഴം ഏതായാലും വേണ്ടില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം വേവിച്ച ആഹാരം കഴിച്ചുകൊണ്ട് ഒരു നോമ്പ് അനുഷ്ഠിക്കാം. വിശ്രമം രോഗം മാറ്റുമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ദഹിപ്പിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹൃദയം പോലും ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കണം, ശ്വാസകോശങ്ങൾ സഹായിക്കണം, തലച്ചോറ് സഹായിക്കണം. അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും ഒന്നടക്കം ശ്രമിച്ചിട്ടാണ് നമ്മൾ കഴിച്ച ഭക്ഷണം അവിടെ വെച്ച് ദഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ വിശ്രമം കിട്ടുന്നത് ആമാശയത്തിനോ ദഹനവ്യൂഹത്തിനോ മാത്രമല്ല, മുഴുവൻ അവയവങ്ങൾക്കാണ് റെസ്റ്റ് കിട്ടുന്നത്. തലച്ചോറിന് റെസ്റ്റ് കിട്ടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ നേരത്തെ ആരും സാറ് പറഞ്ഞ ഈ തസ്കിയത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ശുദ്ധീകരണമാണ്, ഒരു നന്നാക്കലാണ്. ഈ നന്നാക്കാനുള്ള അവസരം തിരിച്ചറിയാതെ, ഇങ്ങനൊരു നന്നാക്കൽ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ പലരും പകല് മുഴുവൻ വിശ്രമം അനുവദിക്കുകയും രാത്രി മുഴുവൻ തെറ്റായ രീതിയിൽ, ഇന്ന് നമ്മളുടെ നോമ്പുതറകളൊക്കെ ഇവിടെ പലരും പറഞ്ഞു പോയതായിരിക്കാം, ആ മുഴുവൻ ഇപ്പൊ ഞങ്ങളുടെ തിരൂർ ടൗണിലൊക്കെ 1 മണി കഴിഞ്ഞാൽ 2 മണിയാകുമ്പോഴത്തേനും ഈ ഏതാണ്ട് പെരുന്നാളും വിഷുവൊക്കെ വരുമ്പോൾ പടക്ക കച്ചവടം തുടങ്ങുന്ന മാതിരിയാണ്. ആകെ പൊരിക്കടികൾ,
സമൂസയും വടയും മുണ്ടയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നത് നോമ്പ് തുറക്കുന്നതോട് കൂടിയിട്ടാണ്. അത് അത്യന്തം അപകടവുമാണ്. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇത് ഈ രീതിയിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാലും പഠിപ്പിച്ചാലും അത് തെറ്റൊന്നുമല്ല. നമ്മൾ ശരിയായ രീതിയിൽ ജീവിക്കുക എന്നത് തെറ്റല്ല. മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്, തെരഞ്ഞെടുത്ത് കഴിക്കാനുള്ള അറിവ് തന്നിട്ടുണ്ട്. അത് തെറ്റും ശരിയും തിരിച്ചറിയേണ്ടതുണ്ട്. പലരും ഈ പ്രകൃതി ചികിത്സകരുടെ പേരിലൊരു പരാതിയുണ്ട്. വേവിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറയുന്ന ആളുകളാണ് പ്രകൃതീസകരെന്ന്. ഈ പറയുന്ന ആളുകൾ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും അറേബ്യൻ നാടുകളിലോ അമേരിക്കൻ നാടുകളിലോ ഒക്കെ പോയി നോക്കട്ടെ, നമുക്ക് തോന്നാം അവർ മുഴുവൻ പ്രകൃതീസയാണോ അനുഷ്ഠിക്കുന്നത് എന്ന്. എല്ലാ ഭക്ഷണത്തോടൊപ്പവും ഒരു വേവിക്കാത്ത സലാഡ് എന്ന പേരിൽ പച്ചക്കറികൾ കഴിക്കുന്നത് കാണാം. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ പച്ചക്കറി കഴിക്കുന്നറിയോ? കാരണം അവർക്കത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാലും അവരെങ്ങനെങ്കിലും കഷ്ടപ്പെട്ടത് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അവരത് കഴിക്കുമ്പോൾ നമ്മളുടെ ചുറ്റും സമൃദ്ധിയായിട്ടുള്ള ഈ പച്ചക്കറികൾ പച്ചയ്ക്ക് തിന്നാൻ നമുക്ക് മടി. പലരുടെ ധാരണ പ്രകൃതിസേറാണ് പച്ചയ്ക്ക് തിന്നുക എന്നാണ്. സ്കൂളില് ചൂടാക്കിയാൽ വൈറ്റമിൻ സി നഷ്ടപ്പെടുമെന്ന് സ്കൂളിൽ ഒരു അധ്യാപിക പഠിപ്പിക്കും. എന്നിട്ട് ആ അധ്യാപിക വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന വെള്ളരിക്ക കഴുകി തൊലി ചെത്തി കഴുകി അരിഞ്ഞ് മുളകും മസാലയൊക്കെ ഇട്ട് വേവിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. വിദ്യാഭ്യാസം അറിവിനാണെങ്കിൽ ഈ ഉമ്മ പിന്നെ അല്ലെങ്കിൽ ഈ ടീച്ചർ ഈ കുട്ടികൾക്ക് അതിൽ നിന്നൊരു കഷ്ണം പച്ചയ്ക്ക് കൊടുക്കാതിരിക്കില്ല. കാരണം വേവിച്ചാൽ വൈറ്റമിൻ സി നഷ്ടപ്പെടുമെന്ന് സ്കൂളിൽ പഠിപ്പിച്ചതാണ് അന്ന്. മാത്രമല്ല വൈറ്റമിൻ സിയുടെ കുറവ് നിരവധി രോഗങ്ങൾക്ക്, വലിയ വലിയ രോഗങ്ങൾക്ക് പോലും കാരണമാണെന്ന് മലയാളികൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ അറിവ് എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല? വിദ്യാഭ്യാസം നമ്മളുടെ അറിവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആപ്പിൾ വിൽക്കില്ല. നമ്മുടെ നാട്ടിൽ ആപ്പിൾ നമ്മൾ വാങ്ങുന്നത് 100 രൂപയും അതിൻ്റെ മേലെ അതിൽ കൂടുതൽ വില കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ വാങ്ങുന്നത്. 100 ഗ്രാം ആപ്പിളിൽ ആകെയുള്ളത് 1 മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ്. മറിച്ച് 100 ഗ്രാം കശുമാങ്ങയിൽ 180 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. ഇത് രണ്ടും പഠിപ്പിക്കുന്നത് നഴ്സറികളിലാണ്, സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ്. സ്കൂളുകളിൽ ഇത് പഠിച്ചത് അറിയാനായിട്ടാണെങ്കിൽ നമ്മളിൽ ആരെങ്കിലും പിന്നെ ആപ്പിൾ വാങ്ങുമോ? രോഗം പിടിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ആസ്പത്രിയുടെ മുന്നിൽ ആപ്പിൾ വിൽക്കുന്നുണ്ട്, അത് വാങ്ങിയിട്ട് നമ്മൾ രോഗിക്ക് കൊണ്ടുകൊടുക്കും. പക്ഷെ നമ്മൾ അറിവ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും കുറച്ച് കശുമാങ്ങ സംഘടിപ്പിച്ച് നമ്മൾ രോഗിക്ക് കൊണ്ടുകൊടുക്കും. പക്ഷെ അവിടെയാണ് നമ്മളെ അറിവും വിദ്യാഭ്യാസവും തമ്മിലുള്ള കുഴപ്പം പറ്റിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞു വന്ന ഈ നമ്മളുടെ നോമ്പ് തുറയിലും ചില കാര്യങ്ങൾ തെറ്റായി പോകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെങ്ങനെയാണ് തെറ്റാവുന്നത് ചോദിച്ചാൽ ഇതേ രീതിയിൽ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ഏറ്റവും കൂടുതൽ വാൾപോസ്റ്റ് ഇറങ്ങുന്നത് പൊറോട്ടയുടെ ഓർഡർ സ്വീകരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വാൾപോസ്റ്റ് അതാണ്, പൊറോട്ടയുടെ ഓർഡർ സ്വീകരിക്കുന്നു. മതവുമായിട്ട് ഇതിന് എന്തുമാത്രം ബന്ധമുണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. എന്തായാലും എനിക്ക് അനുവദിച്ച സമയം ഇവിടെ തീരുകയാണ് അല്ലെ. ഞാൻ ഇനിയൊരു അവസരം കിട്ടും എന്തായാലും 5 മിനിറ്റ് നേരം സംസാരിക്കാൻ 20 മിനിറ്റ് നേരം സംസാരിക്കാൻ അവസരം ഉണ്ടാകുന്നതിലും ഞാൻ എല്ലാവരോടും നന്ദിയും സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷം.